പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി, നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാന ക്ലാസ്സിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് വിശ്വാസ സമൂഹം തലകുനിച്ച് നിൽക്കുമ്പോൾ പുരോഹിതൻ കൈവപ്പ് പ്രാർത്ഥന നടത്തുന്നതിനെക്കുറിച്ചാണ്. അത് കഴിഞ്ഞാൽ ഉടനെ ശോശപ്പ ആഘോഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശോശപ്പായുടെ മേൽ ഒരു ചെറിയ പ്രാർത്ഥന പുരോഹിതൻ നടത്തും. അതിനുശേഷം ആ ശോശപ്പ ദിവ്യരഹസ്യങ്ങളുടെ മേൽ നിന്ന് എടുത്ത് ആഘോഷിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. എന്താണ് ശോശപ്പ കൊണ്ട് വിശുദ്ധ രഹസ്യങ്ങൾ മൂടുന്നതിനുള്ള കാരണം എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒരു കാരണമായിട്ട് സുറിയാനി പിതാക്കന്മാർ പറയുന്നത്, ഇതാ വിശുദ്ധ രഹസ്യങ്ങൾ, കർത്താവിൻ്റെ രക്ഷാകരമായ ദൗത്യം അത് രഹസ്യമായി നിലകൊള്ളുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അത് രഹസ്യമാണ്, അത് വിശുദ്ധമാണ് എന്നതിൻ്റെ ഒരു സൂചന അത് നൽകുന്നുണ്ട്. രണ്ടാമത്, ഇതാ പഴയ നിയമത്തിൽ ഉടനീളം അത് പുതിയ നിയമം ഒളിഞ്ഞു കിടക്കുന്നു. പുതിയ നിയമത്തിൻ്റെ ഒരു നിഴലായിട്ട് പഴയ നിയമം നിലകൊള്ളുന്നു. അത് ന്യായപ്രമാണം നീങ്ങിപ്പോകുന്നതോടുകൂടി കർത്താവിൻ്റെ രക്ഷാകരമായ പ്രവൃത്തി ഉദയം ചെയ്യുന്നു, കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് പഴയ നിയമം നീങ്ങിയതിന് ശേഷം പുതിയ നിയമം കടന്നു വരികയും യേശുക്രിസ്തുവിൻ്റെ രക്ഷ സർവ്വജനങ്ങൾക്ക് ലഭ്യമാകുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് അത് ദിവ്യരഹസ്യങ്ങളെ മൂടി വയ്ക്കുന്ന ഒരു പതിവുണ്ടായത്. മൂന്നാമത്തെ വ്യാഖ്യാനം എന്ന് പറയുന്നത്, ഇതാ ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ മഗ്ദലക്കാരി മറിയ കല്ലറ സന്ദർശിക്കാനായിട്ട് വന്നു. അപ്പോൾ ആ കല്ലറയുടെ മുന്നിൽ വെച്ചിരുന്ന കല്ല് ഉരുട്ടി നീക്കപ്പെട്ടതായി കണ്ടു എന്നാണ്. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 1-ാമത്തെ വാക്യവും ഇതുതന്നെയാണ് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ കബറിടത്തിൽ വെച്ചിരുന്ന ആ കല്ലിനെയാണ് ഈ ശോശപ്പ സൂചിപ്പിക്കുന്നതെന്നും ഒരു പഠനമുണ്ട്. നമുക്കറിയാം, സുറിയാനി പിതാക്കന്മാർ ത്രോണോസിനെ ഒരു ക്രിസ്തുവിൻ്റെ കല്ലറയായിട്ടാണ്, കബറിടമായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കബറിടത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന മൂടിയിരുന്ന കല്ലിൻ്റെ സൂചന ശോശപ്പ തരുന്നുണ്ട്. അങ്ങനെ ഈ ശോശപ്പ ആഘോഷിക്കുന്ന ആ രംഗം നമുക്കൊന്ന് കേട്ടു നോക്കാം. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവത്തോടും കൂടെ ഇന്ന് യാചാരന്മാരെകളാൽ നമ്മുടെ ഭാഗിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ളതിനെ സകലത്തിൻ്റെ ഇടയനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അടയ്ക്കുന്നു. ഇവിടെ ശോശപ്പ എന്തുകൊണ്ടാണ് ഉയർത്തി ആഘോഷിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. അത് അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായത്തിൽ മനോഹരമായ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ധാരണയുണ്ടായിരുന്നത്, നഷ്ടപ്പെട്ടു പോയ യഹൂദ ജനങ്ങളുടെ ഇടയിലേക്കാണ് കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കേണ്ടത്, അവർക്കാണ് പരിശുദ്ധാത്മാവിന് ലഭിക്കുക എന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളപ്പോൾ തന്നെയാണ് പൗലോസ് അപ്പോസ്തലന് കർത്താവായ യേശുക്രിസ്തു തൻ്റെ വെളിപ്പാട് നൽകിക്കൊണ്ട് വിജാതീയരുടെ അപ്പോസ്തലനായിട്ട് തന്നെ നിയമിച്ചത്. പൗലോസ് വേറിട്ട് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പത്രോസും പൗലോസും തമ്മിൽ ഒരുമിച്ച് ആ ശുശ്രൂഷ ആരംഭിക്കുന്നതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്ന ഒരു മുന്നോടിയായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്, ശതാധിപനായിരുന്ന കൊർണേലിയസ് എന്ന വിജാതീയൻ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ പത്രോസിൻ്റെ അടുക്കിലേക്ക് ആളയച്ച് അദ്ദേഹത്തെ വരുത്തുക എന്നൊരു സന്ദേശം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. പത്രോസ് താമസിച്ചിരുന്ന സ്ഥലവും അതിൻ്റെ വിവരണമെല്ലാം ദർശനത്തിൽ അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ കൊർണേലിയസ് എന്ന് പറയുന്ന വിജാതീയനായ ശതാധിപൻ്റെ ദൂതന്മാർ പത്രോസിനെ അന്വേഷിച്ച് കടൽപ്പുറത്ത് താമസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ വീട് അന്വേഷിച്ച് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ പത്രോസ് അപ്പോസ്തലന് ഒരു ദർശനം കിട്ടി. ആ ദർശനം മുകളിൽ നിന്ന് ഒരു തുപ്പട്ടി, ഒരു വിരി പോലെ ഒരു പാത്രം ഇറങ്ങി വരുന്നതായിട്ടാണ് അദ്ദേഹം കണ്ടത്. അപ്പോൾ അതിനകത്ത് നാൽക്കാലികളും ഇഴജന്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് ദൂതൻ പറയുകയാണ്, സ്വരം പത്രോസ് അപ്പോസ്തലൻ കേട്ടു, ഇത് അറുത്ത് ഭക്ഷിക്കുക എന്ന്. അപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, ഇത് മലിനമായതൊന്നും ഞാൻ ഭക്ഷിക്കുകയില്ല എന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് കരുതരുത് എന്ന്. അപ്പോൾ ഈ ദർശനത്തിൻ്റെ വ്യാഖ്യാനം പത്രോസ് അപ്പോസ്തലൻ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വ്യാഖ്യാനമാണ്, വിജാതീയരുടെ ഇടയിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പകരും, അതുകൊണ്ട് അവരുടെ ഒപ്പം പോകുക. കൊർണേലിയോസിൻ്റെ ദൂതന്മാരുടെ ഒപ്പം
പോകുക എന്ന സന്ദേശം കിട്ടി. അപ്പോൾ ഈ തുപ്പട്ടി പോലെ ഒന്ന്, ഒരു തുപ്പട്ടി എന്നതിൻ്റെ അർത്ഥം വിരി എന്നാണ്. അപ്പോൾ വിരി പോലെ ഒരു പാത്രം സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു ദർശനമാണ് പത്രോസ് അപ്പോസ്തലന് കിട്ടിയത്. അത് 3 പ്രാവശ്യം കിട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പല പ്രാവശ്യം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തുകൊണ്ട് ശോശപ്പ ആഘോഷിക്കുന്നതിൻ്റെ ഒരു വ്യാഖ്യാനം ഇതാണ്: ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതാ സകല ജനങ്ങളിലേക്കും പകരുവാനായിട്ട്. ജോയൽ 2:28 പറയുന്ന പോലെ അതിൻ്റെ ശേഷമോ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യുവജനങ്ങൾ ദർശനങ്ങൾ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന ആ പ്രവചനം നിവൃത്തിയായിക്കൊണ്ട് സർവ്വജനങ്ങൾക്കും ഈ ദിവ്യരഹസ്യങ്ങൾ വെളിവായിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്ന അപ്പസ്തോലിന് ലഭിച്ച ആ വിരിയുടെ ഒരു സൂചനയായിട്ടാണ്, അത് വിരി സ്വർഗത്തിലും താഴേക്ക് ഇറങ്ങി വരുന്നതായിട്ട് 3 പ്രാവശ്യം കണ്ടതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഈ ശോശപ്പ അല്ലെങ്കിൽ ദിവ്യരഹസ്യങ്ങളെ മൂടിയിരുന്ന വിരി ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തുകൊണ്ട് അതിനെ ആഘോഷിക്കുന്നത്. പിന്നീട് അത് ത്രോണോസിൻ്റെ സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതാ 1ാമത്തെ ആശീർവാദം നടത്തുകയാണ്. 3 ആശീർവാദങ്ങൾ വിശുദ്ധ കുർബാനയിലുണ്ട്. അതിലൊന്നാമത്തെ തൃത്വനാമത്തിലുള്ള 1ാമത്തെ ആശീർവാദമാണ്: പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ എന്ന് പുരോഹിതൻ ആശംസിക്കുകയാണ്. എന്താണ് ഈ ആശംസയുടെ നിന്ന് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ വിശുദ്ധ കുർബാനയുടെ ആകത്തുക തന്നെ ഇതിൽ പറയുന്നുണ്ട്. പിതാവിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയണം. ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: ഇതാ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവിധം ദൈവം അത്രമേൽ ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം ആവോളം അനുഭവിക്കുവാനുള്ള ഒരാഹ്വാനമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. വീണ്ടും ഇതാ പുത്രൻ്റെ കൃപ ആശംസിക്കുന്നുണ്ട്. പുത്രൻ്റെ കൃപ എന്താണ്? മാനവരാശിയുടെ മോചനത്തിന് വേണ്ടി പുത്രൻ തമ്പുരാൻ ഇതാ കാൽവരിയിൽ ഒരു ബലിയായി തീർന്നു. അവൻ്റെ കുരിശുമരണത്തിൻ്റെയും പാടുപീഡകളുടെയും ഫലമായിട്ട് നമുക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നു. പുത്രൻ്റെ കൃപയാലാണ് നമുക്ക് ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത് എന്നതിൻ്റെ സൂചനയാണ്. വീണ്ടും ഇതാ പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും പുരോഹിതൻ ആശംസിക്കുകയാണ്. വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് നേടിയെടുക്കാനുള്ള 3 പുണ്യങ്ങളാണിത്: പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും. റോമർ 5:5 പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്: നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നുവെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നത്, ദൈവകൃപയിലേക്ക് നമ്മൾ വളരുന്നത്. അപ്പോൾ ഇത് ഈ തൃത്വനാമത്തിലുള്ള ഈ ആശീർവാദം പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ആർജിച്ചെടുക്കേണ്ട 3 പുണ്യങ്ങളെക്കുറിച്ചാണ് പുരോഹിതൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ആശംസിക്കുകയും ചെയ്തത്. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, ഏകജാതനായ പുത്രൻ്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സംബന്ധം സഹവാസം. വിശുദ്ധ കുർബാനയെ അനുഭവിച്ചറിയുവാനായിട്ട് ഇതൊരു അനുഭവമായി തീരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നമുക്ക് ആവശ്യമുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് ഓരോ വിശുദ്ധ ബലിയിലേക്കും വിശ്വാസികളെയും പുരോഹിതനെയും വലിച്ചടിപ്പിച്ചതെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പുത്രൻ്റെ കൃപയാലാണ് ഈ ആരാധന നമുക്ക് ലഭിച്ചത്. പഴയ നിയമ ആരാധനയുടെ മൂകജന്തുക്കളുടെ ബലിയിൽ നിന്നും ഇതാ കർത്താവിൻ്റെ ക്രൂശമരണത്തിലൂടെ പുതിയൊരു ആരാധന നമുക്ക്, അപ്പവീഞ്ഞകളുടെ സ്വർഗത്തിൻ്റെ ആരാധന നമുക്ക് ലഭ്യമായി തീർന്നത്, അത് നമുക്ക് അനുവദിച്ച് നൽകിയത് പുത്രൻ്റെ വലിയ കൃപയാണെന്ന ഓർമ്മപ്പെടുത്തലുകൂടി ഈ ആശീർവാദത്തിൽ നമ്മൾ കാണാനായിട്ട് സാധിക്കും. ഈ ആശീർവാദം, 1ാമത്തെ ഈ ആശീർവാദം കഴിയുന്നതോടുകൂടി ഇതാ ജനങ്ങൾ പറയും, അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രതിവാക്യം പറയുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവോടുകൂടെ, കർത്താവിനെ പുരോഹിതനിൽ കർത്താവിൻ്റെ പ്രതിപുരുഷനെ കാണുന്ന ജനം പറയുകയാണ്, അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പുരോഹിതരിലും വിശ്വാസികളിലും ഒരുപോലെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വാഴുന്നുണ്ട്. നമ്മുടെ ആത്മശരീര മനസ്സുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ വിശ്വാസ സമൂഹം പുരോഹിതനോട് ചേരുകയാണ്, ആത്മാവിൽ ഒരുമിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രതിവാക്യം ചൊല്ലിക്കഴിയുമ്പോഴത്തേക്ക് ഇതാ ആമുഖ സംവാദം ആരംഭിക്കുകയാണ്. വിശുദ്ധ ബലി ആരംഭിക്കുന്നതിൻ്റെ സൂചനയാണ്. നമുക്കറിയാം, ഈ വിരി നീക്കി കഴിയുമ്പോൾ ശോശപ്പ ആഘോഷിക്കുന്നതോടുകൂടി വിശുദ്ധ ബലിയുടെ തുടക്കത്തിലേക്ക് വരികയാണ്. ബലി ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 1ാമത്തെ തൃത്വനാമത്തിലുള്ള ആശീർവാദം നമുക്ക് ലഭിച്ചത്. അതിനുശേഷം ആമുഖ സംവാദത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ആമുഖ സംവാദം നമുക്കൊന്ന് കേട്ടു നോക്കാം.
ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മശിഹാ തമ്പുരാൻ ഇരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഭാവങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഇവിടെ നമ്മൾ കേൾക്കുന്നുണ്ട്, ഇതാ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മശിഹാ തമ്പുരാൻ ഇരിക്കുന്ന മഹോന്നതങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളും വിചാരങ്ങളും മനസ്സുകളും എല്ലാം ഉയർത്തണം എന്ന് പുരോഹിതൻ പറയുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നുവെന്ന് വിശ്വാസികൾ പ്രതിവാക്യമായിട്ട് പറയുന്നു. വീണ്ടും പുരോഹിതൻ പറയുകയാണ്, കർത്താവിനെ സ്തുതിക്കുന്നത്, അവൻ്റെ മഹോന്നതങ്ങളിൽ അവനെ സ്തുതിക്കുന്നത് യുക്തവും ന്യായവുമാണ് എന്ന് പ്രതിവാക്യം പറഞ്ഞുകൊണ്ട് ഇതാ കർത്താവിനെ സ്തോത്രം ചെയ്യാമെന്നുള്ള പുരോഹിതൻ്റെ പ്രഖ്യാപനത്തിന് വിശ്വാസികൾ പ്രതിവാക്യത്തിലൂടെ അത് യുക്തവും ന്യായവുമാണ് എന്ന് പറയുന്നുണ്ട്. കർത്താവിനെ സ്തുതിക്കുന്നത് യുക്തമാണ്, അത് ന്യായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ പ്രതിവാക്യം ചൊല്ലുന്നുണ്ട്. അപ്പം ഇതൊരു ആമുഖ സംവാദത്തിലൂടെ ഉദ്ദേശിക്കുന്നത് പുരോഹിതനും വിശ്വാസ സമൂഹവും ഒരുമിച്ച് ചേർന്ന് ഈ ആരാധന ആരംഭിക്കുന്നതിനൊരു സൂചനയാണ്. പുരോഹിതൻ പറയുന്നു, അതിന് പ്രതിവാക്യം പറഞ്ഞുകൊണ്ട് ഇതാ പുരോഹിതനും സമൂഹവും ഉന്നതങ്ങളിലേക്ക് ഉയരുകയാണ്. കർത്താവ് വസിക്കുന്ന മഹോന്നതങ്ങളിലേക്ക്, പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് ആരാധനാ സമൂഹത്തെ പുരോഹിതൻ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടൊരു സംവാദത്തിലൂടെയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത് വിശുദ്ധ കുർബാനക്രമം പരിശോധിക്കുമ്പോഴും അതുപോലെ തക്സ പരിശോധിക്കുമ്പോഴും പുരോഹിതനും വിശ്വാസ സമൂഹവും ഇങ്ങനെ രണ്ട് ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനിടയിൽ ഗായക സംഘം എന്ന് പറയുന്ന ഒരു വിഭാഗം, അത് ആരാധനയെ സഹായിക്കാനായിട്ടാണ് ഗായക സംഘം ഉദ്ദേശിച്ചിട്ടുള്ളത്. പുരോഹിതനെയും വിശ്വാസികളെയും ഒരുപോലെ സഹായിക്കേണ്ടവരാണ് ഗായക സംഘം. പുരോഹിതനും വിശ്വാസികളുമാണ് ആരാധനയുടെ ഘടകങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഗായക സംഘത്തിൻ്റെ റോളെന്ന് പറയുന്നത് പുരോഹിതനെ ഗീതങ്ങൾ ചൊല്ലി സഹായിക്കുക, പ്രതിവാക്യങ്ങൾ ചൊല്ലുന്നതിന് വിശ്വാസ സമൂഹത്തെ സഹായിക്കുക, അവരോടൊപ്പം നീങ്ങേണ്ടവരാണ് ഗായക സംഘം. വിശ്വാസ സമൂഹം ഈ പ്രതിവാക്യങ്ങളെല്ലാം ഹൃദിസ്ഥമാക്കുകയോ അല്ലെങ്കിൽ കുർബാനക്രമം നോക്കി അത് ചൊല്ലുമ്പോൾ മാത്രമാണ് ഈ ആരാധന സ്വർഗീയ ആരാധനയായിട്ട് മാറുന്നത്. അത് വിശ്വാസികളുടെ പങ്കാളിത്തം അതിൽ ഉറപ്പാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഒരു ആമുഖ സംവാദത്തിലൂടെ വിശുദ്ധ കുർബാനയുടെ ബലിയിലേക്ക് കടക്കുകയാണ്. ആമുഖ സംവാദം കഴിഞ്ഞാൽ ബലി സ്വർഗത്തിലും ഭൂമിയിലും ഒരുപോലെ നടക്കുന്ന ഒരു ശുശ്രൂഷയായിട്ട് മാറുന്നു. അത് കഴിഞ്ഞാൽ ഉടനെ മാലാഖമാരുടെ സ്തുതിപ്പിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ആ മാലാഖമാരുടെ സ്തുതിഗീതത്തെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. മാലാഖമാരുടെ സ്തുതിഗീതം പാടുന്നതോടുകൂടി സ്ഥാപന വചനങ്ങളിലേക്കും വിശുദ്ധ കുർബാനയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കുമാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതുവരേക്കും നമുക്ക് അടുത്ത എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇപ്പോൾ നമ്മൾ എപ്പിസോഡ് ചിന്തിച്ച കാര്യങ്ങളൊന്നുകൂടെ നമുക്കൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കാം. ശോശപ്പ ആഘോഷം നടത്തുന്നതിൻ്റെ സൂചനകൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അത് കർത്താവിൻ്റെ ഖബറിൽ വെച്ചിരുന്ന കല്ലിൻ്റെ സൂചനയുണ്ട്. പഴയ നിയമത്തിലെ പുതിയ നിയമം ഒളിച്ചിരിക്കുന്നു, നിഴലായിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയുണ്ട്. അതുപോലെ ഇതാ ദിവ്യരഹസ്യങ്ങൾ അതിൻ്റെ രഹസ്യത്തെ സൂചിപ്പിക്കുന്നതിനായിട്ട് ശോശപ്പ കൊണ്ട് മൂടി വച്ചിരുന്നു. അത് ഉയർത്തി ആഘോഷിക്കുന്നതോടുകൂടി പത്രോസ് അപ്പോസ്തലന് പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തൽ അത് വിജാതികർക്ക് കൂടി ലഭ്യമാണ്, സകല ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്നുള്ള വെളിപ്പെടുത്തൽ കിട്ടിയതിൻ്റെ സൂചനയായിട്ട് തുപ്പട്ടി ഇറങ്ങി വന്നതുപോലെ ശോശപ്പ ഉയർത്തി ആഘോഷിക്കുന്നു. അതിനുശേഷം ഒന്നാമത്തെ ആശീർവാദം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും വിശുദ്ധ കുർബാനയിലെ പുരോഹിതനെ ആശംസിക്കുന്നു. അതിനെ പ്രത്യുത്തരമായിട്ട് പ്രതിവാക്യമായിട്ട് വിശ്വാസികൾ അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നു. അത് കഴിഞ്ഞാൽ ഉടനെ ആമുഖ സംവാദം ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ ആമുഖ സംവാദത്തിലൂടെ വിശ്വാസ സമൂഹവും പുരോഹിതരും ഒരുമിച്ച് ചേർന്ന് ഈ ആരാധനയിൽ സ്വർഗീയ ആരാധനയായി രൂപാന്തരപ്പെടുന്ന സന്ദർഭമാണ് നമ്മൾ കാണുന്നത്. ഇനി മാലാഖമാരുടെ സ്തുതിഗീതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം അടുത്ത എപ്പിസോഡിൽ. അതുവരേക്കും നിങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധിയിൽ കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.